ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടല്ലോ. അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു മൈക്രോഫോണാണ്. വയർലെസ് മൈക്രോഫോൺ, K9 വയർലെസ് മൈക്രോഫോൺ എന്നാണ് ഇതിൻ്റെ പേര്. ബാക്കി എനിക്ക് വായിക്കാൻ ഒക്കുന്നില്ല, ഫുള്ള് ചൈനീസാണ്. മെയ്ഡ് ഇൻ ചൈന ആയതുകൊണ്ട് തന്നെ മൊത്തം ചൈനീസാണ്. അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് K9 വയർലെസ് മൈക്രോഫോൺ എന്നാണ്. അപ്പം ഈ സാധനം ഇതിൽ നിന്ന് ഞാൻ ഊരിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഊരിയെടുത്തപ്പം എന്താണ്ട് ഒരു ബബിൾ റാപ്പ്. ആഹാ, കൊള്ളാം, ഒന്ന് പൊട്ടിച്ച് കളിക്കാം. ഞാനത് 2-3 പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മദർജി വാങ്ങിച്ചുകൊണ്ട് പോയി. ഓക്കെ, ബാക്കി ഉമ്മയും പൊട്ടിച്ച് കളിക്കട്ടെ. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രാൻസ്മിറ്ററും 1 റിസീവറുമാണ് വരുന്നത് കേട്ടോ. കണ്ടിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതും ഇത് വെച്ച് തന്നെയാണ്. യൂസ് ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ 2 ട്രാൻസ്മിറ്റർ, ഇതാണ് ട്രാൻസ്മിറ്റർ. അതിനകത്ത് സ്പോഞ്ചൊക്കെ തൊടാനായിട്ട് നല്ല സുഖം. 2 വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു റിസീവർ വരുന്നു. പിന്നെ ഈ റിസീവർ നമുക്കിതിൽ ഐഫോണും യൂസ് ചെയ്യാം, അതേ കണക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ പിന്നാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എവിടെ ഇനി ഐഫോൺ കുത്തും, ഐഫോണിൻ്റെ ചാർജർ ഇതല്ലല്ലോ. അപ്പം അതിന് വേണ്ടി ഇത് എക്സ്ട്രാ ഒരു പോർട്ടും കൂടെ തരുന്നുണ്ട് ഐഫോണിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഐഫോൺ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിന് ഇതിൻ്റെതായ കേബിള്, ഒരു സി ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്മിറ്റർ മാത്രം ചാർജ് ചെയ്താൽ മതി, റിസീവർ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ട്രാൻസ്മിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേബിളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ പറയാം. ഓക്കെ.